ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഭയങ്കര എക്സൈറ്റിങ് സർപ്രൈസ് ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് എടുക്കുന്നതൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുവിധ ആളുകൾക്ക് അറിയാം. കുറേ പേരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് 2 ചാനലുണ്ടോയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ആൾ എനിക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ജ്യേഷ്ഠത്തിയാളോ, എനിക്ക് 3 ബ്രദേഴ്സാണ്, ജ്യേഷ്ഠത്തിയാളോ അനിയത്തിയാളൊന്നുമില്ല. അപ്പം എൻ്റെ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത്, എൻ്റെ ഇത്താത്താൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇത് ഒന്ന് നമ്മൾ സർപ്രൈസിങ്, അതും എൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു മാർച്ച് 15-ന്. എനിക്കതിൻ്റെ പിറ്റേ ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് റിങ്സും ബ്രേസ്ലെറ്റും കളക്ഷൻസ് എത്തി. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഞാൻ ബില്ല്, എല്ലാത്തിലും ബില്ല് ഇങ്ങനെ കാണുന്നുണ്ട്, ഇതിൽ മാത്രം ബില്ല് കാണുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ആകെ ഒരു ഇതായിട്ടോ. പിന്നെ ആളായിട്ട് ഫോൺ കൂടെ സംസാരിക്കുമ്പോഴാണ് ഞാൻ അപ്പോഴേ പറഞ്ഞപ്പോൾ ആളും എന്താ പറയുക, ഒരു ഗിഫ്റ്റായിട്ട് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അയച്ചിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി മാർച്ച് 15-ന്. അപ്പോൾ അതിലേറെ സന്തോഷം കിട്ടി എനിക്കാണെങ്കിലോ, അതിലേറെ സന്തോഷം. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേക്കൊക്കെ ഗിഫ്റ്റ് ഇന്നുവരെ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും നമ്മൾ ബർത്ത്ഡേ ആണെങ്കിലും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് തന്നെ ഭയങ്കര എന്താ പറയുക സന്തോഷം. പിന്നെ എന്താ പറയുക, ഞങ്ങളിപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. എനിക്ക് എന്താ പറയുക, നമ്മളൊരു ഫ്രണ്ട്സിനെക്കാട്ടും എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ആ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളത്. എന്താ പറയുക, എനിക്കിത് വാക്കുകൾക്ക് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തുണ്ടെങ്കിലും നമുക്കൊരു ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, നമുക്കൊരു ജ്യേഷ്ഠതയുടെ സ്ഥാനത്ത് നിന്ന് കാണ്ട് ചോദിക്കാൻ ഇതാക്കാനോ എല്ലാത്തിനും കൂടെ ആയിട്ടുള്ള ഈ ഒരു യൂട്യൂബ് കൊണ്ട് ഒരു കാര്യം കിട്ടിയിട്ട് എന്താ വെച്ചാൽ ഇതേപോലത്തെ കുറച്ച് കൂടപ്പുറപ്പുകളെ കിട്ടി. നമ്മൾ കൂടുതൽ അടുത്തിട്ടുള്ളത് ഇവരായിട്ട് തന്നെയാണ്. എല്ലാവർക്കും അറിയാം, അതൊന്ന് കമൻറ്റ് ചെയ്യാറാന്നുള്ളത്. പിന്നെ വേറെയും കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ അവരായിട്ട് കോൺടാക്റ്റൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ നല്ല നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ഫ്രണ്ട്ഷിപ്പിനും പുറത്താണ് ഇവരായിട്ടുള്ള ബന്ധം. അതാർക്കാന്നുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ആളുകൾക്ക് 99% ആളുകൾക്കും അറിയാൻ പറ്റും. അപ്പോൾ അത് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. നല്ലൊരു എഡി സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നെക്ലേസാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് സ്റ്റോൺ വരുന്ന സിമ്പിളായിട്ടുള്ളത് ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു നമ്മൾ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമുക്കൊരു മിഠായി പോലെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുക, അവരെ ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലും അവർക്ക് ആയുസ്സും ആരോഗ്യം, അവരുടെ കുടുംബത്തിനും ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ അവർ മനസ്സിൽ കരുതിയിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളൊക്കെ എല്ലാം പടച്ചവന് പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഇന്നവരെ കിട്ടാത്ത ആളുകളുണ്ടാവും. എനിക്കും ഇതേപോലെ പ്രത്യേക ദിവസങ്ങളിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. അല്ലാതെ ഗിഫ്റ്റുകളൊക്കെ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ഉപ്പയാണെങ്കിലും പുറത്തെവിടെയെങ്കിലും ഇതിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അതും അവരെ കയ്യിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷം, അതിലേറെ സന്തോഷം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ്. കാരണം ഞാനൊരു ഐറ്റം കുറച്ച് ഐറ്റംസ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു, റിങ്ങും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ബില്ലിടാത്തൊരു സാധനം കണ്ടപ്പോൾ ഞാൻ തന്നെ സർപ്രൈസായി പോയി. എന്താ പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ.